ഹായ് ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കല്യാണത്തിന് പോകുന്ന വിശേഷമായിട്ടാണ്. നമ്മളെല്ലാവരും എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. മക്കളൊക്കെ അപ്പച്ചി എല്ലാവരും ഉണ്ട്. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് പോകണം വണ്ടി കിട്ടണമെങ്കിൽ. അപ്പോൾ അതിനൊക്കെ റെഡി ആയിട്ട് അപ്പോൾ ഇതിൽ പോകണം എന്നുള്ളത് അങ്ങനെ ആലോചിച്ചപ്പോൾ ഷോട്ട് പിടിച്ചാലുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ഒരു ഷോട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ പോകാമെന്ന് എഴുതി പോകുന്നുണ്ട്. വഴി കണ്ടിട്ട് ആരും ഒന്നും തോന്നണ്ട. അങ്ങനെ ഷോട്ട് പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ വഴി. പാടത്തല്ലേ വീട്. അപ്പോൾ ഇങ്ങനെ പാടത്തു കൂടെയുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി കിട്ടണമെങ്കിൽ ഇതാ ചെറിയൊരു ടൗൺ ഉണ്ടാവും, അങ്ങോട്ട് എത്തണം, എന്നാലും വണ്ടിക്ക് ഓട്ടോ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഞങ്ങളിവിടെ എത്തി. അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ വന്ന് ഞങ്ങളതിൽ കയറി. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ആ വീഡിയോസൊന്നും നമുക്ക് ഓട്ടോയിൽ കയറിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുമ്പുഴി എത്തിയതാവും. മലപ്പുറത്തേക്കുള്ള ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് കണ്ടിട്ട് മോള് നോക്കുകയാണ്. അപ്പോൾ ഓളെ കളി കണ്ടപ്പോൾ ഒന്ന് ഇതേക്ക് എടുക്കാമെന്ന് എഴുതിയാണ്ട് വീഡിയോ എടുത്താണ് കേട്ടോ. ബസ് കിട്ടി. ഞങ്ങൾ ബസ് ഇതാ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. മലപ്പുറത്തേക്കുള്ള ബസ്സാണ്. പിന്നെ അവിടുന്ന് ഒരു ബസ്സും കൂടി കയറാനുണ്ട്. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയിലുണ്ടായിട്ട് വീഡിയോക്ക് നോക്കണില്ല കേട്ടോ. വെയിൽ കണ്ണ് കടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട് നോക്കാനുണ്ടോ. എന്നാലും ഓള് നോക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ മലപ്പുറം എത്തി. മലപ്പുറത്ത് നിന്ന് ഇനി അങ്ങോട്ട് റോഡ് മുറിച്ച് കിടന്നിട്ട് പെരിന്തൽമണ്ണ ബസ് കയറണം. അപ്പോൾ ഞങ്ങളെല്ലാവരും അതില റോഡ് മുറിച്ച് കിടക്കാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ അതാ റോഡൊക്കെ മുറിച്ച് കിടന്ന് ഞങ്ങൾക്ക് ബസ് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ. കുറേ നേരം നിൽക്കേണ്ടി വന്നിട്ടൊന്നുമില്ല. ആളൊഴിഞ്ഞ ബസ്സാണ് കേട്ടോ. ആളുകളൊന്നുമില്ല, അല്ലാതെ ആളില്ല. കുറഞ്ഞ ആളുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി. ഞങ്ങളിവിടെ സീറ്റിലിരുന്ന്, മക്കളും ഇവിടെ സീറ്റിലിരുന്ന്. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാറാണത്താണ് ഞങ്ങൾക്ക് പരിപാടി ഉള്ളത്. 10 മണിക്ക് നിക്കാഹൊക്കെയാണ്. ഞങ്ങൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിക്കാഹിനൊന്നും ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓള് ഉറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഓളെ വീഡിയോ എടുത്ത്. ഉറങ്ങിയാൽ പിന്നെ ഉച്ചക്ക് ഉറങ്ങൂല. പകലൊരു പ്രാവശ്യം ഉറങ്ങുള്ളൂ, അത് അരമണിക്കൂറൊക്കെ. അപ്പോൾ ഞാൻ ഓളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്താണ് കേട്ടോ. ഓൾ ഉറങ്ങിയാൽ പിന്നെ ഉറങ്ങണ പരിപാടിയില്ല. അങ്ങനെ ഒരു ഇതുണ്ട് ഓക്കെ. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഉറക്കാമെന്ന് കരുതിയിട്ട് ഞാനങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഞങ്ങളെത്തിയപ്പോഴത്തേന് നിക്കാഹൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങൾക്ക് വെള്ളമൊക്കെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് ഞങ്ങളത് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. നല്ല സൗകര്യമുള്ള ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ വല്ലാതെ ആളുകളൊന്നും കണ്ടില്ല. നിക്കാഹല്ലേ, നിക്കാഹ് കഴിഞ്ഞ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഹാളിൽ വല്ലാതെ ആളുകളൊന്നും ഇല്ലായിരുന്നു. എന്നാലും 1-2 ആൾക്കാർ
ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് സ്റ്റേജിൽ കയറിയിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഫോട്ടോസ് എടുക്കണൊക്കെ നോക്കി നിന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട് കേട്ടോ, ഓളെന്ന് പറയണത് അവളാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. ഞാനും ഓളും ഓളെ മക്കളും എൻ്റെ മക്കളും ഓളെ ഉമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരുന്ന് ഭക്ഷണം കഴിച്ച് ബീഫ് ബിരിയാണിയും പിന്നെന്താ ചിക്കൻ സുർബിയാനോ അങ്ങനെ എന്തോ ഒരു ഫുഡും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇതാ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാനിതാ ഈ ഒരു സ്വീറ്റ്സ് എടുത്തിട്ടുള്ളൂ. മക്കളൊക്കെ ആയിട്ട് ഹാൾക്ക് പോകുന്ന ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അത് ഓളെ മോനാണ് കേട്ടോ. ഭക്ഷണം കഴിച്ച് ഞങ്ങളിവിടെ ഇങ്ങനെ രണ്ടാളും കണ്ടുമുട്ടി അങ്ങനെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓള് ഫോട്ടോ എടുക്കാൻ കയറി. ഓളും ഹസ്ബൻഡും മക്കളും ഫോട്ടോ എടുക്കാൻ കയറിയതാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് ഓല് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുട്ടികളെ കളിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ഇരുന്ന് ഓളെ മോന് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് മോളെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഓല് രണ്ടാളും എന്തോ ഒരു അടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അടി ഉണ്ടായിരുന്നു, ഓളോളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓളപ്പച്ചിൻ്റെ മടിയിൽ കയറിയിരുന്ന് ഓനും എൻ്റെ ഉമ്മാൻ്റെ മടിയിലും കയറിയിരുന്നു കേട്ടോ. ഓന് ഭയങ്കര സങ്കടമായിരുന്നു. ഓള് കുട്ടീനെ കാട്ടിയതിന് ഓനെ എന്താ ഒച്ചയിടുകയാണോ ഇനി തല്ലുകയാണോ എന്താ ചെയ്തതാണ് അത് ഞാൻ ശരിക്കും കണ്ടില്ല. ഓന് ഭയങ്കര സങ്കടമായിരുന്നു. ഓക്ക് ഓള് തല്ലിയ കാര്യങ്ങളൊക്കെ ചോദിക്കണതിന് തലാട്ടി തരാം. ഇവിടെ ഇയാൾക്ക് നല്ല സങ്കടമായിരുന്നു. അതെന്തോ തല്ലിയതെന്തോ ആണ്, അത് ഒഴിഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് അടി കിട്ടിയ സ്ഥലമൊക്കെ. പിന്നെ ഇത് ഓഡിറ്റോറിയത്തിൻ്റെ 2ാം നിലയാണ് കേട്ടോ. ഇവിടെ നിസ്കാര ഹാളാണ്. അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ മാത്രം കയറിയാൽ മതി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാളാണ് നിസ്കാര ഹാള്. നല്ല സൗകര്യമുള്ള ഓഡിറ്റോറിയം കേട്ടോ. നല്ല സൗകര്യമുണ്ട് പറഞ്ഞാൽ നല്ല സൗകര്യമുണ്ട്. ഇവിടെ ബാത്റൂമുണ്ട്, ഇവിടെ പിന്നെ ഡ്രസ്സിങ് റൂമുണ്ട്. ഞങ്ങളവിടെയൊക്കെ കണ്ട് താഴേക്ക് തന്നെ പോവാണ് കേട്ടോ. അവിടെ വെൽക്കം ചെയ്യുന്നിടത്തൊരു ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ. ഈ ഒരു നല്ല ഭംഗിയായി തോന്നി, അപ്പോൾ എടുത്തെന്നുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ മക്കളെ കളിയൊക്കെ കഴിട്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ഐഷു നല്ല കളിയിലാണ്. അതിൻ്റെ ഇടയിൽ ഉളപ്പാക്കും അതായത് ഹസ്ബൻഡും മോനും കൂടി ഹസ്ബൻഡിൻ്റെ പെങ്ങളെ വീട്ടിൽ പരിപാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഓളെ കാണാതെ ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഓള് കണ്ട് ഓലെ പിന്നാലെ ഓളും പോവുകയാണ്. വിളിച്ചിട്ടൊന്നും വരുന്നില്ല കേട്ടോ. ഓലപ്പം തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾക്ക് അങ്ങോട്ട് പരിപാടിക്ക് പോകാൻ വേണ്ടി ഓലെ കാണാതെ ഇറങ്ങിയതായിരുന്നു. അതിന് പറ്റിയില്ല. എന്നെ പിടിച്ചാൻ വരുന്നത് കണ്ടിട്ടാണ് ഓടുന്നത്. അവളെ പിടിച്ചാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ ഇരിക്കും. പിന്നെ നമുക്ക് പിടിച്ചാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു വാശിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ അവിടെ നിന്ന് എടുത്ത് പോന്ന്. അപ്പോൾ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഓളും രണ്ടാളും കൂടി പോയി. ഓല് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് നിർത്തുന്നിടത്ത് പോവാണ് കേട്ടോ. ബസ് അവിടെയാണ് നിർത്തുക. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ബസ്സിന്. പിന്നെ ഞാൻ അവളെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. കുറേ നേരം അവിടെ വെയിലായതുകൊണ്ട് കുറേ നേരം നിൽക്കാനും വയ്യ. റോഡ് സൈഡും അല്ല, അപ്പോൾ വണ്ടികളൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ എടുത്ത് പോകുന്നതിനുള്ള കുറുമ്പാണ് കേട്ടോ. അപ്പോൾ കുറുമ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു പപ്പടം
എടുത്ത് കയ്യിലെടുത്താണ് കേട്ടോ. അവിടെ ചോറ് വെക്കണ ആളെടുത്ത് കൊടുത്താണ്. ഞങ്ങൾ അയൽവാസി തന്നെയാണ് കേട്ടോ ചോറ് വെച്ചത്. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ പോന്ന്. ചെക്കൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലെത്തി പോന്നതിന് ശേഷം ഓളം ഉറങ്ങി. അവിടെ നിന്ന് ഉറങ്ങി പിന്നെ ഇവിടെ എത്തിയാലേ എണീറ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ.